പാകിസ്ഥാനിൽ ഏത് നിമിഷവും ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടായേക്കാം എന്നുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആരായിരിക്കും പാകിസ്ഥാൻ്റെ അടുത്ത ഭരണാധികാരിയായി മാറുക എന്നുള്ളതിന് അവിടെ ഒരു പട്ടാള അട്ടിമറിയായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാം പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അസീം മുനീറാണ്. അസീം മുനീറിന് അവിടെയുള്ള ഭരണം വേണം. അതുകൊണ്ടാണ് അസീം മുനീർ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആൾക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇപ്പോഴിതാ പാകിസ്ഥാനിൽ ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറി നടക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. അതിൻ്റെ കാരണം ചൊവ്വാഴ്ച ഫീൽഡ് മാർഷൽ അസീം മുനീർ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ വസതിയിലെത്തി. തുടർന്ന് ഷെരീഫ് പ്രസിഡന്റ് സർദാർജിയെ കാണാൻ പോയിരിക്കുന്നു. അതേസമയം ജനറൽ മുനീറും അവിടെ എത്തി. ഇതോടെ പ്രസിഡന്റ് സർദാരി രാജിവെച്ച് മുനീർ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് എത്തുമെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമാണ്. ഔദ്യോഗികമായി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് എല്ലാ ഊഹാപോഹങ്ങളും തള്ളിക്കളയുകയും നിലവിലെ സർക്കാരിലും രാഷ്ട്രീയ സംവിധാനത്തിലും പ്രസിഡന്റ് പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് പ്രധാനമന്ത്രി ഷെരീഫ് ചൊവ്വാഴ്ച പ്രസിഡന്റിനെ സന്ദർശിച്ചതായി ഒരു പ്രമുഖ പാകിസ്ഥാൻ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഫീൽഡ് മാർഷൽ ജനറൽ മുനീർ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി ഷെരീഫുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ചൊവ്വാഴ്ച ഉന്നതതല യോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടത്താൻ തുടങ്ങി. അതിനുശേഷം രാജ്യത്ത് പ്രസിഡന്റ് മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രസിഡന്റിന്റെ രാജിയും അദ്ദേഹത്തിന് പകരം മുനീറിനെ നിയമിക്കുന്നതും പ്രസിഡന്റ് സർദാരിയും പ്രധാനമന്ത്രി ഷെരീഫും തമ്മിൽ തീർച്ചയായും ചർച്ച ചെയ്തതായി പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.